മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് ക്ഷണിക്കാൻ സർക്കാരിന് ഒരു രൂപ പോലും ചെലവായില്ല എന്ന കായിക മന്ത്രിയുടെ വാദം പൊളിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിലുണ്ടായിരുന്നു, റേഡിയോയിലും പറഞ്ഞു. ടീമിനെ ക്ഷണിക്കാൻ പോയതിന് 13 ലക്ഷത്തിലധികം രൂപ ചെലവായി എന്ന കാര്യം വിവരാവകാശ രേഖയിലൂടെ പുറത്തുവന്നു. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ടീമിനെ ക്ഷണിക്കാൻ കായിക മന്ത്രിയും സംഘവും സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോയത്. മെസ്സിയും വരില്ല, അർജന്റീന ടീമും വരില്ല. ക്ഷണിക്കാൻ പോയതിന് ചിലവ് 13 ലക്ഷം. പണിക്കരെ നമ്പിനാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരുന്നു പ്രകടനം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ലയണൽ ആന്ത്രോസ് മെസ്സി. ലയണൽ ആന്ത്രോസ് മെസ്സി. വലിയ ഒടി 1, ചെറിയ ഒടി 1. ആയിക്കോട്ടെ. നാട് നീളെ കൊട്ടിഘോഷിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു നടന്നത് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. ടീമിനെ ക്ഷണിക്കാൻ കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് മന്ത്രിയും പരിവാരങ്ങളും സ്പെയിനിലെ മാഡ്രിഡിലേക്ക് വിമാനം കയറി. നാട്ടുകാരും വെറും മണ്ടന്മാരല്ലേടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? 3 ദിവസത്തെ സന്ദർശനം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഇതിനിടയിൽ കൂടിക്കാഴ്ച. ജേഴ്സി കൈമാറ്റം. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നുണ്ട്. അപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടൊരു കൂട്ടര്. അതല്ലേ, പല ജാതി തടസ്സങ്ങളാണ്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. സന്ദർശനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ മന്ത്രി വീണ്ടും ആവർത്തിച്ചു, മെസ്സി വരും കേട്ടോ എന്ന്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇതിനിടയിൽ ഇതിനൊന്നിനും സർക്കാരിന് 1 രൂപ പോലും ചെലവായില്ലെന്ന് കൂടി മന്ത്രി പറഞ്ഞു. എന്നാൽ ഈ വാദം പൊളിക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്പെയിനിലേക്ക് മന്ത്രി പോയതിന് ആകെ ചെലവായത് 13 ലക്ഷത്തോളം രൂപ. അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. മുടിയുന്ന നാട്ടുകാരല്ലേ, ഞാനല്ലല്ലോ. മെസ്സിയെയും ടീമിനെയും ക്ഷണിക്കാൻ അർജന്റീനയിലേക്ക് പോകേണ്ടതിന് പകരം എന്തിന് സ്പെയിനിലേക്ക് പോയി എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നിരുന്നു. ഒരു സൂചന എപ്പോഴെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിട്ടുവീഴ്ച. അതല്ല ഉദ്ദേശം. എഎഫ്ഐയുടെ ഏത് ഔദ്യോഗിക പ്രതിനിധിയുമായിട്ടാണ് മന്ത്രി ആശയവിനിമയം നടത്തിയതെന്നും ചോദ്യമുയർന്നു. അപ്പോഴൊക്കെ കൃത്യമായ മറുപടി പറയാതെ ടീം കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു കായിക മന്ത്രി. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.